TPC നമ്മൾ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയകളിൽ പ്രത്യേകിച്ച് യൂട്യൂബുകളിൽ കാണുന്നത് അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ വരുമാന മാർഗത്തിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിരുന്നിട്ട് വരുമാനം കിട്ടാൻ വേണ്ടി വന്നിരിക്കുന്നവര് ഇന്ന മന്ത്രം ജപിച്ചാല് പണം ഒഴുകി വരും എന്ന് പറഞ്ഞിട്ട് ഈ പണം ഇല്ലാത്തവരായിരിക്കും വന്നിട്ട് ഈ ഒരു അഭിപ്രായം പറയുന്നത്. ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് കച്ചവട താല്പര്യത്തോടു കൂടി അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എന്താണ് ഇത്രയധികം മന്ത്രങ്ങളിലും തന്ത്രങ്ങളിലും എല്ലാം ജ്ഞാനമുള്ള ആത്മീയ ആചാര്യനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായ അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ കുറെ പേര് പണം ഒഴുകി വരും. പക്ഷെ അത് ആരുടെ കയ്യിലേക്ക് വരും എന്നാലേ സംശയമുള്ളൂ. പണം ഒഴുകാനുള്ളതാണ്. ലിക്വിഡ് മണി എന്നല്ലേ നമ്മൾ സാധാരണ പറയാം, അല്ലെ? പൈസ ഒരാളടുത്ത് ഉണ്ടാവരുത്. ലിക്വിഡിറ്റി എന്നാണ് നമ്മൾ പറയുന്ന മണിയെ. അല്ലെങ്കിൽ നമ്മൾ മണി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കണം എന്നാണ്. ആരുടെ കയ്യിൽ നിന്ന് എവിടത്തേക്ക് ഒഴുകണം എന്ന് മാത്രമേ നമ്മൾ തീരുമാനിക്കാൻ. അപ്പോ എത്രത്തോളം അത്തരം പൂജകളും സംഭവങ്ങളൊക്കെ ഈ ലോകത്ത് നമ്മൾ പ്രസിദ്ധമാക്കുന്നു, അത്രത്തോളം മാർക്കറ്റിംഗ് നടത്താൻ പറ്റുന്ന കുബുദ്ധികള് ഇതിനെയൊക്കെ ഫിനാൻഷ്യൽ ബിസിനസ് ആക്കിയിട്ട് മാറ്റും. അതിൽ ആരാണ് നല്ല ആള്, ആരാണ് മോശം ആള് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതിന് കാരണം എന്താ വെച്ചാല്, ഇപ്പൊ നമ്മള് അവരുടെ ഒരു സാധാരണഗതിയിലുള്ള ഒരു സ്വഭാവം പഠിച്ചാൽ അവർ ജനറൽ ആയിട്ട് പബ്ലിക്കലി അവർക്ക് എന്തെങ്കിലും താല്പര്യമുള്ളവരാണ്, അല്ല സെൽഫിഷ് ആണ്, നോക്കിയാൽ മതി. പബ്ലിക് താല്പര്യം എന്ന് പറഞ്ഞാൽ അവർ പബ്ലിക്കലി വളരെ ജനറൽ ആയിട്ട്, ഇവർക്കൊക്കെ വേണ്ട ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് കാരുണ്യമാണ്. ആ കാരുണ്യം എന്നൊരു സംഭവം അവരിൽ ഉണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും പ്രവർത്തികളിൽ അത് നോക്കിക്കാണാൻ പറ്റുന്ന ഒരു കഴിവ് എല്ലാ മനുഷ്യനും ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് പറ്റും എന്ന് വിചാരിച്ചാൽ ആ കഴിവ് നഷ്ടപ്പെടുന്നത്, അന്ധമാവുന്നത് ദുഃഖത്തിലാഴുമ്പോഴാണ്. ഇമോഷണലി ഡൗൺ ആവുമ്പോൾ, നമ്മൾ ഇമോഷണലി ഡൗൺ ആവുമ്പോൾ നമുക്ക് ഈ ബുദ്ധി വരില്ല. അപ്പൊ ഏത് സമയത്താ നമ്മൾ ഒരാളെടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് പോവുക? നമുക്ക് പ്രശ്നം ഉണ്ടാവുമ്പോഴാണെന്ന് അവർക്കറിയാം. ആ പ്രശ്നം ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് തന്നെ ഉടനെ അവര് പ്രശ്നം വെക്കും. പ്രശ്നം വെക്കേണ്ട കാര്യമൊന്നുമില്ല, പ്രശ്നം ഉള്ളപ്പോഴാണ് പോകുന്നതേ. ഞാൻ എന്നിട്ട് ഒരു പണ്ട് കാലത്തൊരു ഞാൻ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. അതൊരു ഒരു 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 തരത്തിലുള്ള ഒരു ലോജിക്കാണ്, ഒരു ഇട്ട് കൊടുക്കും അങ്ങനെ, ഇതാണല്ലേ എന്ന്. ഇപ്പൊ ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചു, വലിയ പ്രശ്നമാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ കുടുംബം ആകെ അലങ്കോലമാണ്. ഇന്നും വിളിച്ചു, രണ്ടുപേര് ഇന്നലെ ഇന്നും വിളിച്ച 2 കേസുകളിലും ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തൈറോയിഡ് ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവര് ചോദിച്ചു, അതെങ്ങനെ ചോദിച്ചു? ഞാൻ നിങ്ങളുടെ സൗണ്ട് കേൾക്കുമ്പോഴും പ്രശ്നങ്ങളുടെ പറയുന്ന വാക്ക് കേൾക്കുമ്പോഴും അവൾക്ക് കെമിക്കലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. ഇതൊക്കെ ബയോകെമിസ്ട്രിയാണ്. സന്തോഷം എന്ന് പറയുന്നത് ബയോകെമിസ്ട്രിയാണ്. ദുഃഖം എന്ന് പറയുന്നത് ബയോകെമിസ്ട്രിയാണ്. പ്രേമം, സ്നേഹം, ലസ്റ്റ്, ഇതൊക്കെ ഓരോ 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 ഹോർമോണിന്റെ വർക്കാണ്. നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത് അത് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ്. നമ്മൾ കള്ളു കുടിക്കുമ്പോൾ ഒരു തോന്നലുണ്ടാവും. ഞാൻ പറയാറുണ്ട്, ബയോകെമിസ്ട്രി മാറ്റണമെങ്കിൽ കുറച്ച് പെഗ് കൊടുത്താൽ മതി. ഇപ്പൊ ഡോക്ടർ TPS ഒരു പെഗ് തന്നാൽ ചിലപ്പോൾ ലെക്ചറൊക്കെ നിർത്തി മിണ്ടാണ്ട് ഒരു മൂലക്കിരിക്കും. വേറൊരാൾക്ക് ചിലപ്പോൾ ഒരു പെഗ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഈ ലെക്ചറൊക്കെ കൊടുത്തു എന്നും വരും, ഇല്ലാത്തതൊക്കെ വരും ചിലപ്പോൾ. അപ്പൊ ഇതൊക്കെ ബയോകെമിസ്ട്രിയാണ്. അപ്പൊ ആ കെമിസ്ട്രി നമ്മളിൽ വർക്ക് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള തോന്നലുകൾ ഉണ്ടാവും. അപ്പൊ എന്തുണ്ടാവും? ആരെങ്കിലും ഒരാളോട് ചോദിക്കുന്നു. ആരോടാ ചോദിക്കുക? നമ്മളാണ് നമ്മുടെ ആദ്യത്തെ ഡയഗ്നോസിസ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. എനിക്ക് തലവേദന ഉണ്ടെന്ന് വിചാരിക്കാം, ഞാൻ ഉടനെ ഒരാളോട് ചോദിക്കും, എനിക്ക് തലവേദന ഉണ്ട്, ഞാൻ എന്താ ചെയ്യുക? സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തല്ല പോവാ. കേരളത്തിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ, ഭാരതത്തിന്റെ പ്രോബ്ലം, കേരളത്തിന് മാത്രമല്ല ഭാരതത്തിലെ എല്ലായിടത്തും തന്നെയാണ്. ആദ്യം ചോദിക്കുക, എന്റെ ഫ്രണ്ടിനോട് ചോദിക്കും, എനിക്ക് തലവേദന ഉണ്ടെന്ന കാര്യം. ഉടനെ അയാൾ പറയും, എനിക്ക് പണ്ട് തലവേദന ഉണ്ടായിട്ട് ഞാൻ ഐ സ്പെഷ്യൽ എടുത്ത് വിട്ട് കണ്ണട വെച്ചപ്പോൾ എനിക്ക് മാറി. അപ്പൊ ഇയാൾ നേരെ കണ്ണടേന്റെ അടുത്ത് പോകും. അയാൾ ഉടനെ എന്ത് ചെയ്യും? ഏത് മനുഷ്യന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്താലും കണ്ണട വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് കണ്ണടക്കാരന്റെ ബിസിനസ്. അല്ലെങ്കിൽ പിന്നെ അയാൾ, നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും ഇല്ല, അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ജീവിതത്തിൽ ഇതുവരെ കണ്ണട വെച്ച് കൊടുക്കാണ്ട് ഏതെങ്കിലും ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ഒരാളെ പുറത്തു വിട്ടിട്ടുണ്ടോ? ഇല്ല. ഇനി നിങ്ങൾ ഒരു ENT അടുത്ത് പോയി വിചാരിക്കുക, അയാൾ മൂക്ക് നോക്കിയിട്ട് പറയും കുറച്ചൊരു വളവുണ്ട്, സർജറി കൊണ്ട് മാറ്റിയാൽ നിങ്ങളുടെ എല്ലാ തലവേദനയും പോകുന്നു. ഇനി നമ്മളൊരു വൈദ്യരെടുത്താ പോകുന്നത് വിചാരിക്കുക, അയാൾ പറയും എന്ത് എണ്ണയാ തേക്കണമെന്ന് ചോദിക്കും. അയാൾ കണ്ണും നോക്കില്ല, മൂക്കും നോക്കില്ല, തലയാ നോക്കുക. എന്നിട്ട് ഉടനെ എണ്ണ ഇങ്ങോട്ട് തേച്ച് കാച്ചിയാൽ
കാച്ചിത്തേക്ക തേച്ച് കാച്ച രണ്ടെണ്ണമുണ്ട്. രണ്ടായാലും ഓരോന്നിനും അസുഖത്തിന് ചില ചികിത്സകൾ അയാൾക്ക് അതേ അറിയുള്ളൂ. നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ സംഭവവും നോക്കുന്നത്. അപ്പൊ നമ്മൾ പോകുന്നത് ഒരു ജ്യോതിഷന്റെ അടുത്താണെങ്കിൽ എന്ത് പറയും? അയാൾ ഉടനെ പറയും രാഹു ഇന്നടുത്താണ്, കേതു ഇന്നടുത്താണ്, അത് ഇന്നടുത്താണ്, ഇത് ഇന്നടുത്താണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നം. 12 എണ്ണം ഉണ്ട്, അതിൽ നിങ്ങളിൽ 4 എണ്ണേ ഉള്ളൂ, അത് പറ്റന്റെ 3 എണ്ണം നഷ്ടപ്പെട്ടു പോയി പറഞ്ഞ് നമുക്ക് തപ്പി കണ്ടുപിടിക്കാം. ഇന്ന പൂജാരിയുടെ അടുത്ത് ഇയാൾക്ക് ടൈപ്പ് ഉണ്ടാവും അയാളുമായിട്ട്. അതിൽ ചില ആൾക്കാരുണ്ട്, ധന അപഹരണ യന്ത്രം വെച്ചാൽ മതി, നിങ്ങൾക്ക് അപഹരിക്കാൻ പറ്റും. ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട്. പരിഹാരമില്ലാത്ത ഒരു പ്രോബ്ലം ഇല്ല. എന്നാൽ അയാൾക്ക് ഇഷ്ടം പോലെ പ്രോബ്ലം ഉണ്ട്, അതൊന്നും പരിഹാരമില്ല. അയാൾക്ക് വയറുവേദന ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നേരെ അയാൾ ഡോക്ടറെ അടുത്ത് വിട്ട് ഇഞ്ചക്ഷൻ എടുക്കും. എന്നാ പിന്നെ ഇത് മാറ്റിയാ പോരെ? അതൊന്നും ചെയ്യില്ല. അവനവനുള്ളതൊന്നും ചെയ്യില്ല. ഇങ്ങനെ പൂജയും ജ്യോതിഷവും വാസ്തുവും വെച്ചിട്ട് ആൾക്കാരെ നശിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ഈ ഉപദ്രവമുള്ളത് കേരളത്തിൽ. ഇപ്പൊ മന്ത്രവും ഇന്ന മന്ത്രം പറഞ്ഞാൽ മാത്രമേ ധനം ഒഴുകൂ. അതാണ് ഏറ്റവും രസം. കാരണം ഏത് വ്യക്തിയും പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഭാവത്തിനല്ലേ ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ആൾക്കാരെ ഇങ്ങനെ ഭയപ്പെടുത്തിയിട്ട് ഇന്ന മന്ത്രം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ധനം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഇന്ന മന്ത്രം ചെയ്താൽ, അല്ലെങ്കിൽ ഇന്ന കാര്യം വാസ്തുവിന്റെ ആണെങ്കിൽ പറയുകയും വേണ്ട, ഇന്നത് ഇടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ സമാധാനം കിട്ടൂ തുടങ്ങിയ കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ജനത ഇങ്ങനെ വീണു പോകുന്നത്? അറിവില്ലായ്മ കൊണ്ട് മാത്രമാണോ? അല്ല, ഇത് അനുഭവിച്ചിട്ടുള്ള ആൾക്ക് വേറൊരു പണിയും കിട്ടാത്തതുകൊണ്ട് അയാൾ ഈ പണി തുടങ്ങും. ഏറ്റവും കൂടുതൽ മാനസിക രോഗ ചികിത്സ നടത്തുന്ന ഓതറൈസ്ഡ് അല്ലാത്ത ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നത്. കൗൺസിലിംഗ് നടത്തുന്ന എല്ലാവരുടെയും ഹിസ്റ്ററി ഒന്ന് നോക്കിയാൽ അയാൾ ജീവിതത്തിൽ എന്തോ പരിതാപകരമായ പ്രശ്നത്തിൽ ഭ്രാന്ത് പിടിച്ചിട്ട് ഒരു കാലത്ത് നിൽക്കുമ്പോൾ അയാൾ പിന്നെ ഇനി എനിക്ക് ഇതാണ് ഏറ്റവും നല്ല. കാരണം ഇയാൾ കുറെ കേട്ടിട്ടുണ്ട് പലയിടത്തും. നമ്മൾ ഈ വഴക്ക് പറയുന്നത് എന്തുകൊണ്ടാ? വഴക്ക് കേട്ടിട്ട് ചീത്ത വാക്കുകൾ നിറച്ചു വെച്ച ബുദ്ധിയാവുമ്പോൾ അതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇയാൾ കേട്ട് 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 ഇപ്പൊ എനിക്ക് തോന്നി ഇനി ഇതാ ശാന്തി. കേരളത്തിൽ അങ്ങനെയാണ് പലപ്പോഴും. ഞാൻ IAS ട്രെയിനിങ് തുടങ്ങും. എന്താ കാരണം? 10 പ്രാവശ്യം എഴുതി കിട്ടിയിട്ടില്ല, 8 പ്രാവശ്യം എഴുതാൻ പറ്റും, 8 പ്രാവശ്യം എഴുതി കിട്ടിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇനി ഏതായാലും വേറെ പണിയൊന്നും കിട്ടില്ല, എന്നാ പിന്നെ IAS ട്രെയിൻ ചെയ്യിപ്പിക്കാം. ഇങ്ങനെ എല്ലാം വ്യവസായമാക്കുന്ന ഒരു തന്ത്രം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാല് മനുഷ്യരിൽ പലരും കേരളത്തിൽ ഇപ്പം അനുഭവിക്കുന്ന 3-4 രോഗങ്ങൾ, തൈറോയിഡ്, പ്രഷർ, ഷുഗർ, ഇതൊക്കെ അൾട്ടിമേറ്റ്ലി എൻഡ് ചെയ്യുന്നത് മാനസികമായിട്ടുള്ള ഒരു പ്രശ്നത്തിലാണ്. ഇന്ന് വിളിച്ച ഒരു അമ്മ, ഞാൻ ചോദിച്ചു വയസ്സെത്രയായി? കുറെ വയസ്സായിട്ടോ, പ്രായമായി. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള കറി എന്താ? അതൊക്കെ മറന്നു മോനെ, ഇത്ര കാലം എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഭർത്താവിന് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ ചോദിച്ചു ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു ദിവസം വരാന്ന് വിചാരിക്കാം, എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു കറി ഉണ്ടാക്കാം. അപ്പൊ മോൻ എന്താ ഇഷ്ടം എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല, അമ്മക്ക് എന്താ ഇഷ്ടം എനിക്കത് ഇഷ്ടം. എന്നിട്ട് ഓരോ ദിവസവും അത് കഴിക്കുക. എനിക്ക് തരാനല്ല, എനിക്കിഷ്ടമുണ്ടെന്ന് അങ്ങയ്ക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കും ബാക്കിയുള്ള ഏറ്റവും നല്ല ഗസ്റ്റിന് കൊടുക്കാറിയാണ്. ഞാൻ പറഞ്ഞു അത് കഴിക്കുകയല്ല. അങ്ങനെ ഇനിയെങ്കിലും ബാക്കി കുറച്ചു കാലേ ഉള്ളൂ എന്ന് തീരുമാനിക്കുക. നമ്മള് സ്വന്തം സന്തോഷിക്കാൻ മറന്നിട്ടുള്ള എത്രയോ ജനങ്ങളുണ്ടെന്നറിയോ ലോകത്ത്. അവർക്ക് ഒരു വഴി എന്ന് പറയുന്നത് അവരുടെയൊക്കെ ധാരണ ഭക്തി, നാമം ചൊല്ലുക, പൂജ ചെയ്യുക, ജ്യോതിഷന്റെ അടുത്ത് പോവുക, വാസ്തുവിന്റെ അടുത്ത് പോവുക. ഇതിനൊക്കെ ചിലപ്പം ഒരു ഭയത്തോടു കൂടി ഒരു പെർമിഷൻ കിട്ടും. അതിന് ചിലപ്പം വീട്ടുകാരെല്ലാരും കൂടി കൂട്ടി നിൽക്കുകയും ചെയ്യും. അതേസമയത്ത് എനിക്കൊന്ന് ഊട്ടി പോകണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സമ്മതിച്ചു എന്ന് വരില്ല, ഗുരുവായൂർ പോകണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കും. അപ്പൊ നമ്മുടെ ബയോകെമിസ്ട്രി മാറ്റണമെങ്കിൽ, ദുഃഖത്തെ സുഖത്തിലേക്ക് മാറ്റണമെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ കുറെ മാറ്റം വരുത്തണം. സ്വന്തം ഇഷ്ടം എന്താണെന്ന് കണ്ടുപിടിക്കുക. ആ അഭാവമാണ്, ആ ഇഷ്ടം പ്രാബല്യത്തിൽ വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് കുറെ കാലം ഭർത്താവിന് വേണ്ടി, അതിനു മുമ്പ് അച്ഛനും അമ്മയ്ക്കും വേണ്ടി, അതിനുശേഷം മക്കൾക്ക് വേണ്ടി അങ്ങനെ ജീവിച്ചിരുന്ന ഒറ്റയാവും അവസാനം. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലും ആ കൂട്ടില്ലാത്തൊരവസ്ഥയിൽ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ഒന്നും ആരെയും നോക്കിയിട്ടില്ല, ബന്ധുക്കളെയും നോക്കിയിട്ടില്ല. ഇന്ന് ഞാൻ കൊടുത്തൊരു അസൈൻമെന്റ് ഞാൻ പറയാം, ലക്ഷ്മി സത്യമായിട്ട് പറയാം. ഇന്ന് ഉച്ചക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു അസൈൻമെന്റ് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിതത്തിലെ 10 പേരുടെ പേരെഴുതാം. എന്നിട്ട് അവരെ രാവിലെ ഒന്ന് വിളിക്കുക, ഒരാളെ ഉച്ചയ്ക്ക് ശേഷം ഒരാളെ വിളിക്കുക. നിങ്ങളുടെ എല്ലാ അസുഖവും മാറും. ഒരു പൂജയും ചെയ്യേണ്ട, ഒരു നാമവും ചെല്ലണ്ട, ഒരമ്പലത്തിലും പോണ്ട, വാസ്തുദോഷവും ഇല്ല, നിങ്ങൾക്ക് ഒരു ഗൃഹദോഷവും ഇല്ല. എന്നിട്ട് അവരോട് പറയാ തിരിച്ചു വിളിക്കുവോന്ന്. ഞാൻ എന്നെ വിളിക്കുവോന്ന്. ഇവിടെ ഇത് സൈക്കോളജിയിലെ ഏറ്റവും വലിയൊരു സിദ്ധാന്തമാണ് അല്ലെ. സെൽഫ് ലവ് ആണ് ഏറ്റവും വലിയ ഹീലിംഗ് എന്ന് പറയുന്നത്. അത് അങ്ങ് സൈക്കോതെറാപ്പിസ്റ്റ് കൂടിയാണ്. ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരികയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? രാവിലെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി
നല്ല സുസ്മേര എന്നൊക്കെ പറയില്ലേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, 10 മിനിറ്റ് മുമ്പ് സംസാരിച്ച ആളാണോ ഇപ്പൊ സംസാരിക്കണത്? അല്ലല്ലോ. സന്തോഷം തോന്നില്ലേ? ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ വിചാരിച്ചാൽ മതി. ആകെ 5-10 മിനിറ്റേ ഉപയോഗിച്ചുള്ളൂ. ഞാൻ വെച്ചോട്ടെ തന്നെ ഉടനെ വെച്ചു ഫോൺ. അവർക്ക് ഹാപ്പിയായി. ഒരു ദിവസം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള വഴി അറിയാത്തപ്പോഴാണ് ഞാൻ പലപ്പോഴും പറയാം, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. കുറേ സമയമുണ്ട്, വേറെ ഒന്നും ആലോചിക്കാൻ. അപ്പൊ എന്താ ആലോചിക്കും? എന്താലോചിച്ചിട്ടാ ദുഃഖിക്കാന്ന് ആലോചിക്കും. എന്നാ എന്താലോചിച്ചിട്ടാ സുഖിക്കാന്ന് ആലോചിക്കില്ല. ഞാൻ വ്യത്യസ്തമായ ഭക്ഷണം ഉണ്ടാക്കുക, വ്യത്യസ്തമായ ആൾക്കാരോട് സംസാരിക്കുക, മക്കളുമായിട്ട് സംസാരിക്കുക. ഞാൻ വെച്ചാൽ മക്കളുടെ കൊണ്ട് സംസാരിച്ചൂടെ? അവരുമായിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇന്നതാന്ന് പറഞ്ഞിട്ട് അതിന്റെ പടം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടേ ഇല്ല. കാരണം ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്. ഇന്നെങ്കിലും കാണ്, ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അത് ഞാൻ ഉണ്ടാക്കണം. നിങ്ങൾ കഴിച്ചു, ഞാൻ എൻ്റെത് കഴിക്കുക. ഞാൻ ഇന്ന് എന്റെ ഉച്ചക്കുള്ള ഭക്ഷണം ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത്? നല്ല മസാല പപ്പടം ഉണ്ടായിരുന്നു, അത് നല്ല പോലെ വറുത്തു. അത് കഴിഞ്ഞിട്ട് ചോറുണ്ടാക്കിയത്. ഞാൻ ഇന്ന് എന്റെ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ ഞാൻ എൻജോയ് ചെയ്തിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതാണ്. അത് എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കുകയാണ്. അത് വേറൊരാൾക്ക് എനിക്ക് അങ്ങനെ ഒരു സുഖം എനിക്ക് കിട്ടും. ഞാൻ അത് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് സന്തോഷിക്കാം. ഞാൻ ഉണ്ടാക്കുമ്പോഴാണ് സംസാരിച്ചത്, അതുകൊണ്ട് അത് തന്നെ പറയുകയും ചെയ്തത്. നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. ഞാൻ സന്തോഷിച്ചുകൊണ്ട് ഉണ്ടാക്കുമായിരുന്നു. നമുക്ക് കുറച്ച് കാലേ ഉള്ളൂ. ഇല്ല, നമുക്കായി ഒരു സന്ധ്യ രാപ്പാതിയല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കവേ അർത്ഥം കൊടുത്തു പൊലിപ്പിച്ചെടുക്ക നാം. നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ ജീവിതത്തിൽ. എന്തിനാ ഡിപ്രഷൻ? എന്തിനാ ഡിപ്രഷൻ? ആ ഡിപ്രഷൻ ഉണ്ടാവുന്നത് എന്താ വെച്ചാല് എനിക്ക് എന്റെ ഫ്രീക്വൻസിയിൽ ഇടപെടാൻ പറ്റുന്ന ആൾക്കാരില്ലാത്തത് കൊണ്ടാണ്. അത് നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് കെട്ടുപാടായി മാറിയിട്ടുണ്ട്. കല്യാണം എന്ന് പറയുന്നത് തന്നെ കെട്ടാണല്ലോ, അല്ലെ? കുറെ തരത്തിലുള്ള ഒരു 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 കെട്ടാണ് നമ്മളുള്ളത്. കുറെ റിങ്ങുകളാണ്. അത് എൻഗേജ്മെന്റ് റിംഗ് ആണ്, മാരേജ് റിംഗ് ആണ്, അതിനേക്കാളും കൂടുതൽ സഫറിംഗ് ആണ്. എൻ്റെ ഒരു ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, സാധാരണ എന്താണ് മാരേജ് ഹാപ്പൻസ് ഇൻ ദ ഹെവൻ എന്നൊക്കെ അല്ലേ പറയാ, അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു ദ തണ്ടർ ആൻഡ് ലൈറ്റ് സ്റ്റോം ലൈറ്റ്നിങ് ഈസ് കമ്മിങ് ഫ്രം ദർ ഓൺലി. മോളിന്നാണല്ലോ ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഒരു ഫോൺ എടുക്കുക. ഇപ്പൊ വളരെ എളുപ്പമാണ് ലോകം, നമുക്ക് യാത്ര ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു മക്കളൊക്കെ നല്ല റിച്ച് ആയിരിക്കും ചിലപ്പം. അവരോട് ചോദിക്കുക, എല്ലാ മാസവും എനിക്ക് 10,000 റുപ്പീസ് എന്റെ ബഡ്ജറ്റിൽ യാത്രയ്ക്ക് വേണ്ടി വേണം, ഞാൻ ഒരു ടാക്സിക്കാരനെ ഏർപ്പാടാക്കാണ്, എനിക്ക് പോകണം തോന്നുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. ഞാൻ ചിലർക്കൊക്കെ കൊടുക്കാറുള്ള ഒരു തെറാപ്പി ഉണ്ട്, അത് പലരും കൊടുക്കാത്തൊരു തെറാപ്പിയാണ്. എന്തറിയോ? ജീൻസ് തെറാപ്പി എന്നാ പറയുക. ആകെ മൂഡ് ഔട്ട് ആകുമ്പോൾ ജീൻസ് ഇടുക, എന്നിട്ട് കുറച്ച് കാശും പോക്കറ്റിൽ തിരികിട്ട് നേരെ മാളിൽ പോവുക, എന്നിട്ട് പറ്റുന്ന സാധനങ്ങളൊക്കെ മേടിക്കുക. പിന്നെ വേറൊരു മാർക്കറ്റിംഗ് കൂടി ഉണ്ട്, വിൻഡോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. ഈ പിന്നെ ഫുട്പാത്തിലൊക്കെ പോയിട്ട് തോന്നുന്നൊക്കെ മേടിക്കുക. അത്രയൊക്കെ കാശ് ഉണ്ടാവുള്ളൂ, അങ്ങോട്ട് അടിച്ച് പൊളിച്ച് തീർക്കുക. രണ്ടാമത് വേറൊന്ന്, ചില ഈ വലിയ ഷോപ്പുകളൊക്കെ ഉണ്ട്, അതിനകത്ത് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് ആ ഫ്ലോറിലുള്ള കംപ്ലീറ്റ് സെലക്ട് ചെയ്യാം. ആ സാരി, ഈ സാരി, ഈ സാരി, ആ സാരി എല്ലാം മേടിച്ചിട്ട് അവസാനം ഒരു കൊട്ടയിൽ അത് താഴത്തേക്ക് പോകും, ബിൽ സെക്ഷനിലേക്ക്. എന്നിട്ട് അവരവിടുന്ന് ഒരു ബില്ല് ഉണ്ടാക്കിയിട്ട് നമുക്ക് തരും. അത് കാണിച്ചു കൊടുത്ത് കൗണ്ടറിൽ കാശ് അടിച്ചിട്ട് അവിടെ പോയാൽ കളക്ട് ചെയ്യാം. നമ്മൾ ഇതൊക്കെ മേടിക്കാം. ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറും എല്ലാം മേടിച്ചിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തുമ്പോൾ നേരെ നടന്നങ്ങോട്ട് പോവാം, ഒരാളും പിടിക്കില്ല. അതൊക്കെ എൻജോയ്മെന്റ് ഷോപ്പിംഗ് ആണ്. മേടിക്കാനുള്ളതൊക്കെ ഞാൻ മേടിച്ചു, പക്ഷെ എന്റെ കയ്യിൽ വന്നിട്ടില്ല, അത് മാത്രം. എന്ത് സുഖാന്ന് അറിയാം, നമുക്ക് ഇഷ്ടമുള്ള കുറെ സാധനങ്ങൾ മേടിക്കാലോ. നല്ല മേക്കപ്പ് ചെയ്യുക, നല്ല പോലെ രസകരമായിട്ട് നടക്കുക, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, തൈറോയിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക, ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യുക, പ്രഷർ ഒന്ന് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിനൊന്നും മരുന്ന് കഴിക്കരുത്. ഇപ്പൊ ഈ പറഞ്ഞ 3-4 പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ഭക്ഷണം ഉണ്ടാക്കലും ഇഷ്ടമുള്ളത് കഴിക്കലും. ഐസ്ക്രീം ഒക്കെ നല്ലോണം കഴിക്കുക, നല്ല ഫ്രൂട്ട്സ് എടുക്കുക, അതിനകത്ത് കുറെ ഐസ്ക്രീം ഇടുക, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിക്കുക. ഒരു ത്രോട്ട് പെയിൻ ഉണ്ടാവില്ല. ത്രോട്ട് പെയിൻ ഉണ്ടാവോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇത് കഴിച്ച ത്രോട്ട് പെയിൻ ഉണ്ടാവും. തലവേദന ഉണ്ടാവും. മൈഗ്രെയിൻ എന്ന് പറയുന്നത് വലിയൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ്. തലവേദന വരുന്നുണ്ട്, ഇന്ന് വരും, ഇപ്പൊ വരുന്ന വെച്ചാൽ അപ്പ വരും. അങ്ങനെ തലവേദന ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമുക്ക്. നമ്മൾ ഇതൊക്കെ പോയിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് അയാൾ എല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതൊന്നും കാണില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയാറുള്ളത്, മിക്കവാറും കേരളത്തിലുള്ള ഈ അസ്ട്രോളജർ അടുത്ത് പോകുന്നത് കുറെ അസുഖങ്ങൾ, വ്യത്യസ്തമായ അസുഖങ്ങൾ വരികയും കുറെ പ്രശ്നങ്ങൾ വരികയും വെച്ച് ഇതിന് നമ്മൾ പിന്നെ സാധാരണ വിളിക്കാനുള്ള സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയും. അത് കൂടാതെ അൺഡിഫൈൻഡ് ഡിസീസസ് എന്നാ പറയാം. ഒരു ദിവസം തലവേദന ആയിരിക്കും, പിറ്റേ ദിവസം വേറെ എന്തെങ്കിലും ആയിരിക്കും, മറ്റേ ദിവസം. എന്നിട്ട് അവരന്യോന്യം ഡിസ്കസ് ചെയ്യുന്നതോ അസുഖങ്ങളെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്യുക. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് കാലുവേദന. എനിക്ക് നടുവേദനയായിട്ട് ഇവിടെ എന്താ വേദന എന്നറിയോ, കുറെ ദിവസമായി. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ അവിടെ തടവിക്കുന്ന അടുത്ത് പോയി. അയാൾ തടവിയത് ഇവിടെയല്ല, ഇപ്പുറത്തെ തടവിയത്. എന്നിട്ട് ഇപ്പൊ ഇവിടെയും 2 സ്ഥലത്തും വേദനയായി.
എന്നിട്ട് അവസാനിച്ചു കുറച്ച് ദിവസം എനിക്ക് കല്ലുണ്ടോ മൂത്രത്തിൽ? ഇല്ല. അത് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ മറ്റേക്കും തോന്നും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, അയാൾക്കും തോന്നുന്നു. ഇങ്ങനെ അസുഖങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പരത്തുന്നതാണ്. ആശങ്കയാണ് പ്രശ്നം. ആങ്സൈറ്റി ഈസ് എ ബിഗ് ഡിസീസ്. ആദ്യം മനസ്സിലാക്കാം. ഡിപ്രഷൻ ഈസ് എ ബിഗ് ഡിസീസ്. ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ബിക്കോസ് യു ഡോണ്ട് ഹാവ് ഹാപ്പി ഫ്രണ്ട്സ്. എല്ലാം പ്രഷറുള്ള ഫ്രണ്ട്സ് ആണ്. പ്രഷർ ഇല്ലാത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടോ? ഇല്ല. അതിന് ചെയ്യേണ്ടത്, ഞാനൊക്കെ ഈ കോഴിക്കോടുള്ള സമയത്ത് ഏറാടി സാറിന്റെ ഒരു, ഏറാടി എന്ന് പറയുന്ന ജസ്റ്റിസ് ഏറാടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് ഒരു ഓൾഡ് ഏജ് ഹോമിന് വിട്ടുകൊടുത്തിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ രാജ ഉണ്ടല്ലോ, അദ്ദേഹമാണ് അതിന്റെ നടത്തിപ്പുകാരൻ. എന്റെ ഏറ്റവും വലിയ സാറ്റർഡേ സൺഡേ സമയം ചെലവഴിച്ചത് ഞാൻ അവിടെ പോയി ഇരുന്നിട്ടാണ്. അമ്മമാർക്കുള്ളതാണ്. 19 വയസ്സൊക്കെ ആയിട്ടുള്ള കുറേ സ്ത്രീകളാണ്. അപ്പൊ അവർക്കൊക്കെ പ്രാരബ്ധം പറയുന്ന ആരെങ്കിലും കേട്ടിരുന്നാൽ മതി. ആദ്യം അറിയേണ്ടത് ഈ പ്രശ്നങ്ങളൊക്കെ പറയുന്നത് പരിഹാരം കാണാനല്ല എന്ന് മനസ്സിലാക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. എൻ്റെ അടുത്ത് ആരെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മൾ പരിഹാരമല്ല അവർ പ്രതീക്ഷിക്കുന്നത്, 2 ചെവികൾ മാത്രം. ഇതാരോടും പറയാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നല്ല ക്ഷമയോടുകൂടി കേൾക്കും. അതിന് ഞാൻ ക്ഷമയോടുകൂടി കേൾക്കാൻ സമയമില്ലാത്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലുള്ള ഓഡിയോ മെസ്സേജസ് ആണ്. ഞാൻ നിങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞയച്ചോളാൻ പറയും. മണിക്കൂറുകളോളം പറഞ്ഞയച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞയക്കുക എന്നുള്ളതാണല്ലോ ഓഡിയോ റെക്കോർഡിംഗ് എന്നുള്ളതിന്റെ അർത്ഥം, അല്ലേ? ഓഡിയോ റെക്കോർഡഡ് മെസ്സേജ് എന്നുള്ളതിന്റെ മലയാളം പറഞ്ഞ് അയക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞയക്കും എനിക്ക് കുറെ. ആ പറഞ്ഞയക്കുന്നതൊക്കെ ഞാൻ കേട്ടങ്ങോട്ട് അയക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം അവരോട് വിളിച്ചോളാൻ പറയും. ആ വിളിക്കുന്ന സമയത്ത് ഞാൻ അവരോട് ഇത്രയും പറഞ്ഞതൊക്കെ കേട്ടു, ശരിയാണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, വളരെ കൃത്യമാണ്. അവരുടെ പ്രഷർ കുറെ കുറയും ഇതങ്ങോട്ട് പറഞ്ഞു തീരുമ്പോ തന്നെ. എന്നിട്ട് ഇപ്പൊ എന്താ പ്രശ്നം? ഇല്ല മോന്റെ വീഡിയോ കേട്ടോണ്ടിരിക്കുമ്പോ ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഫാനാന്നാ പറയുന്നത്. അതുകൊണ്ട് വീട്ടിലെല്ലാരും ഇപ്പൊ അതാ പറഞ്ഞു. ഞാൻ പറഞ്ഞവരൊക്കെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. എന്തോ ഒരു ഉള്ളിലോ അന്തർഗതമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളാണ് ഇവരുടെയൊക്കെ പ്രശ്നം. ആശങ്കയുണ്ട്, മാരകമായ പ്രശ്നങ്ങളാണ്, എനിക്ക് പീഡനമാണ്, എനിക്ക് എന്റെ മനസ്സിന്റെ തന്നെയാണ് അസുഖം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം, എന്നിട്ടും ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഇങ്ങനെ അവര് തന്നെ കണ്ടുപിടിച്ച് അവര് തന്നെ അതറിഞ്ഞ് അതിന്റെ ഡയഗ്നോസിസ് ഒക്കെ അവര് കഴിഞ്ഞ് ഇതൊക്കെ കഴിയുമ്പോഴാണ് ഏതെങ്കിലും ഒരു അസ്ട്രോളജി എടുത്ത് പോവുക. അപ്പൊ അയാൾക്ക് പറയാൻ പറ്റുന്ന ഏക മാർഗം കുറച്ചും കൂടി കാശ് കൊണ്ടുവരിക, അത് ജയിപ്പിക്കുക. എത്ര കാശാ മുടക്കിയിരിക്കുന്നവർക്ക് വെച്ചാൽ എനിക്ക് കിട്ടുന്ന ചില മെസ്സേജുകൾ കാണുമ്പോൾ ഭഗവാനെ, ഈ കൊണ്ടുപോയിട്ടുള്ള കട്ടുമുടിച്ചിട്ടുള്ള മനുഷ്യന്മാരൊക്കെ നന്നായി പോയിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുകയാണ്. പിന്നെ എന്നിട്ട് അവരെന്ത് ചെയ്യും? അതിന്റെ ഒരു പങ്ക് സോഷ്യൽ സർവീസിന് കൊടുത്തിട്ട് അവരുടെ പാപം തീരുന്ന അവരുടെ വിചാരം. അവൻ തീരില്ല. അവരൊക്കെ ഒരു കാലം വരുമ്പോ കടപ്പിലാവും. ധന അപഹരണ യന്ത്രം വിട്ടിട്ടുള്ളവനൊക്കെ ഒരു കാലത്ത് അതിന്റെയൊക്കെ അനുഭവം അനുഭവിച്ചേ തീരൂ. കാരണം നമ്മൾ എപ്പോഴും സോഷ്യൽ സർവീസ് അല്ലാതെ ഇത്തരം സംഭവങ്ങളൊക്കെ ഭഗവാൻ തന്നിട്ടുള്ള വലിയൊരു അറിവും കഴിവുമാണെന്ന് മനസ്സിലാക്കി അത് ആർക്കേ ചെയ്യാവൂന്നറിയോ? സെൽഫിഷ് ആയിട്ട് അവനവന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനും പാടില്ല. അവര് നാളെ എന്തെങ്കിലും സാമൂഹിക കർമ്മം ചെയ്യാൻ ഒരുമ്പെടുന്നവരാണെങ്കിൽ അവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്തരം ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ നടത്തും. അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ശരീരത്തിന്റെ വിവിധമായ അവസ്ഥകള്, ഹോർമോണുകളെ കുറിച്ച് അറിയണം, തൈറോയിഡിനെ കുറിച്ച് അറിയണം, പ്രഷറിനെ കുറിച്ച് അറിയണം, ഷുഗറിനെ കുറിച്ച് അറിയണം. പാശ്ചാത്യമായിട്ടുള്ള എല്ലാ ഡയഗ്നോസിസ് മെത്തേഡുകളും നമ്മൾ അറിയുന്ന ഒരാൾ മാത്രമേ ജ്യോതിഷിയായിട്ടോ വാസ്തു സ്പെഷ്യലിസ്റ്റ് ആയിട്ടോ മാറാവൂ. കാരണം ഇതിന്റെയൊക്കെ ഡയഗ്നോസിസ് എങ്ങനെയാണോ നടക്കുന്നത്, തലവേദന എന്ന് പറയുന്നത് മാനസികമായ അസുഖമാണെന്ന് മനസ്സിലാക്കാത്ത ഒരാള് നേരെ പോയിട്ട് അതിന്റെ മുകളിൽ നേരെ നമ്മൾ ഇതിന്റെ കൂടെ 10 പൂജയും നടത്തി അയാളെ കൊണ്ട് വിശപ്പ് എന്താണ്, നിങ്ങൾ ഭക്ഷണം നല്ല പോലെ മൈഗ്രൈൻ ഉള്ള ഒരാൾ പോയിട്ട് നിങ്ങൾ പിന്നെ ഒരിക്കലെടുക്കണം എന്ന് പറയുന്നത് മഹാഭാവമാണ്. ഭക്ഷണം കഴിക്കാണ്ടിരുന്ന അപ്പൊ തലവേദന കൂടുകയും. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ എന്തിൽ പോണം? ഹോമിയോപ്പതിയിൽ പോണോ, ആയുർവേദത്തിൽ പോണോ, അല്ലെങ്കിൽ ഇതിൽ പിന്നെ ഹെർബോ മിനറലിൽ പോണോ, ഏത് തരത്തിലാണ് വേണ്ടത് എന്നറിയണമെങ്കിൽ പണ്ടൊക്കെ ഒരു ജനറൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നത് പോലെ നമുക്ക് വേണ്ടതാണ് നമ്മുടെ ഒരു മാസ്റ്റർ, നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള ഒരാള്, ഒരു മെന്റർ. അവർക്ക് മാത്രമേ നമ്മളെ പൂർണ്ണമായിട്ടും അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ അനാവശ്യമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ് ഒന്നും കൊടുക്കില്ല. നമുക്കൊക്കെ പണ്ട് MBBS ഡോക്ടർമാരുണ്ടായിരുന്നു. ഒന്നും വേണ്ട, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആ പറയുന്ന ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നമ്മൾ പോവുക. അത് മതി. ഈ വ്യാധി വരുന്നതൊക്കെ ആദിയിൽ നിന്നാണ്. ആദി വ്യാധി രൂപേണ ജായതേ. മഹാരോഗങ്ങളായിട്ട് മാറും എന്ന് വെച്ച് മഹാരോഗങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷെ ചില അടുത്ത കാലത്ത് ഒരാൾ വലിയൊരു ഇമെയിൽ അയച്ചു, വലിയ നീണ്ട ഇമെയിലാണ്. ഞാൻ 4 പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു അയാൾക്ക് ആസിഡ് റിഫ്ലക്സ് ആണ്. അപ്പൊ ഞാൻ കൊടുത്ത 4 പ്രിസ്ക്രിപ്ഷൻ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഈ 4
ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള ശരി ചെയ്യാറുണ്ടോ ചോദിച്ചു. അല്ല, ഞാൻ ഇപ്പൊ മരുന്ന് കഴിക്കണം, അത് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പറയുന്നത് അയാൾ ചെയ്യില്ല എന്ന് ഉറപ്പാണ്. കാരണം എല്ലാവരുടെയും ധാരണ മരുന്ന് കഴിച്ചാൽ എല്ലാം മാറും എന്നുള്ളതാണ്. ഈ എന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് പേര്, ഞാൻ അത്ര ഫേമസ് ആയിട്ടുള്ള ആളെന്നല്ല, അറിയുന്ന കുറച്ച് പേരെങ്കിലും ഡിസ്കസ് ചെയ്യുന്നവരോടൊക്കെ ഞാൻ ചോദിച്ചാൽ അവരൊക്കെ പറയുന്ന പ്രാക്ടീസുകൾ ചെയ്യില്ല എന്ന് മാത്രമല്ല, തൈറോയിഡ് എത്ര കൊല്ലായി എന്ന് ചോദിച്ചാൽ 10 കൊല്ലായി. മരുന്ന് കഴിക്കേണ്ട 10 കൊല്ലായിട്ട്. എന്നിട്ട് മാറിയോ? ഇല്ല, മാറില്ല. കാരണം തൈറോയിഡ് മരുന്ന് കൊണ്ട് മാറ്റുന്നതല്ല, അവനവന്റെ മാനസികമായിട്ടുള്ള സന്തോഷത്തിൽ നിന്ന് മാത്രം. കാരണം ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്ന ഒരു കെമിസ്ട്രി നമ്മുടെ ഉള്ളിലുണ്ട്. ആ കെമിസ്ട്രി ആദ്യമാണ്. അതുണ്ടാക്കുന്ന കെമിസ്ട്രി നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും താൽക്കാലികമായിട്ട് ഡയലൂട്ട് ചെയ്താലും ഒറിജിൻ മാറ്റിയിട്ടില്ലല്ലോ. അത് പിന്നെയും ഇത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അഡ്രിനാളിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിർത്തിയിട്ടില്ലെങ്കിൽ ആ അഡ്രിനാളിൻ എപ്പോഴാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിർത്തുക? അറ്റ്ലീസ്റ്റ് വെള്ളമെങ്കിലും കുടിക്കാന്ന് പറഞ്ഞാൽ അത് ചെയ്യില്ല. വെള്ളം പോലും കുടിക്കില്ല. 20 സെക്കൻഡ് റൂള്. നിങ്ങൾ എവിടെ എപ്പോ ഇരിക്കുന്നുണ്ടോ അടുത്ത വെള്ളം വെക്കുക, കുടിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് ഗൗരവമല്ലാത്ത ക്രോണിക് ആയിട്ടുള്ള വളരെ സിവിയർ ആയിട്ടുള്ള ഡിസീസുകളല്ല ഞാൻ പറയുന്നത്. അതല്ലാത്ത മിക്കവാറും അസുഖങ്ങൾക്കൊക്കെ കാരണം അതുകൊണ്ടാണ് പലപ്പോഴും അവരുടെ മക്കളുടെയൊക്കെ മുഖം നോക്കുമ്പോൾ എപ്പോഴും സന്തോഷമില്ലാണ്ട് തൂങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അവര് 30 വയസ്സ് കഴിഞ്ഞാലും മാരേജ് കഴിയില്ല. അപ്പൊ അത് പ്രശ്നം അതുകൊണ്ടാണ്. കാരണം മുഖം, ബേഴ്സുള്ള മുഖം വേണ്ടേ? ഞങ്ങൾ ബേഴ്സ് എന്നാ പറയാ, ഞങ്ങൾ കണ്ണൂർ ഭാഗത്ത് പ്രസന്നമായ മുഖത്തിന് അങ്ങനെ പറയാം. ഒരു ബേഴ്സും ഇല്ല കാണാൻ പറയാം. കണ്ണൂർ അങ്ങനെയാ പറയാ. അറിയാണ്ട് വന്നുപോയി. നിന്നെ കാണാൻ ഒരു ബേഴ്സ് ഇല്ലല്ലോ കുഞ്ഞി എന്ന് പറഞ്ഞാൽ അർത്ഥം നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല. ആ ഭംഗി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഹാപ്പി ആവണം. ആ ഹാപ്പി ആവണമെങ്കിൽ, സ്ഥിരമായ ഹാപ്പിനെസ് വേണമെങ്കിൽ നമുക്ക് വേണ്ടത് അത്യാവശ്യമായിട്ട് ആധ്യാത്മികതയാണ്. സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത എന്ന് പറയുന്നത് വരുമ്പോ അറിയാതെ മുഖത്ത് പ്രസന്നത വരും. ആ ലൈഫ് സ്റ്റൈലിന്റെ കൂടെ ഹാപ്പി ആവണമെങ്കിൽ ബ്ലിസ്ഫുൾ എന്നാണ് പറയാ. അന്യരെ കുറിച്ച് ഒരു ദുഷ്ചിന്തയും ഇല്ലാതെ ലോകത്തിലെല്ലാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരോടും പറയാറുള്ളത്, നിങ്ങളുടെ വയസ്സ് എത്രയെന്ന് ചോദിക്കും. 50 വയസ്സ് എന്ന് ഒരു 70 വിചാരിക്കും, പകുതി അസുഖം മാറും. ഞാൻ സാധാരണ പറയാറുണ്ട്, സ്ത്രീകളൊക്കെ എന്താ പറയാ വെച്ചാല്, ഇപ്പൊ വയസ്സ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളതിൽ ഒരു 10 വയസ്സ് കുറച്ചിട്ടാ പറയാം. 60 വയസ്സിലേക്ക് അങ്ങനെ പറയണം. 60 കഴിഞ്ഞാൽ എങ്ങനെ പറയണം എന്നറിയോ? ഒരു 10-20 വയസ്സ് കൂട്ടി പറയണം. അപ്പൊ 62 വയസ്സായ ഒരാൾ പറയാം 82 വയസ്സായി പറയാം. 82 വയസ്സിലും എന്താ പ്രസന്നത? 62 ആയിട്ടുള്ളൂ. അപ്പോഴും ഒരു ക്രെഡിറ്റ് ആയിട്ട് മാറും. നിങ്ങൾ സാധാരണ ഈ വയസ്സ് കുറച്ച് പറയുന്നതല്ലേ കേട്ടിട്ടുള്ളൂ. അത് ഒരു പ്രായം കൂട്ടിയിട്ട് നമുക്ക് പ്രായമായി എന്ന് തോന്നി തുടങ്ങുമ്പോ വയസ്സങ്ങൾ കൂട്ടി പറയും. അപ്പൊ ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ആൾക്കാരോട്, ഇൻഷുറൻസിലെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ഗസ് ചെയ്യാൻ ഏജ് എന്ന് പറയും. അവരൊക്കെ കുറെ കൂട്ടിയൊക്കെ പറയും. എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ. എന്നിട്ടും ഇയാൾ വളരെ ചെറുപ്പത്തിലാന്ന് പറയും. എന്റെ വയസ്സ് ചെറുപ്പാന്നുള്ള അവരറിയുന്നില്ല, ഇതൊക്കെ മേക്കപ്പാന്ന് അവരറിയണ്ടേ. അപ്പൊ ധനമല്ല, ജാതകമല്ല, വാസ്തുവല്ല, ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ബന്ധമാണ്. ആ ബന്ധത്തിന്റെ കൂടെ അനുബന്ധമായിട്ട് ആത്മീയതയും. ബന്ധത്തിന്റെ അഭാവവും അനുബന്ധമായിട്ടുള്ള ആത്മീയതയുടെ അഭാവവും. നിങ്ങൾക്ക് ആത്മീയതയുണ്ടോ, നിങ്ങളുടെ കൂടെ ജനങ്ങൾ ഉണ്ടാവും. കാരണം സത് സംഗ് എന്നുള്ള വാക്കാണ്. നല്ല ജനങ്ങൾ ഉണ്ടാവും. പക്ഷെ നല്ല ജനങ്ങൾ ഒത്തുചേരുന്ന സമയത്ത് ഒരിക്കലും അസുഖത്തിന്റെ കാര്യം സംസാരിക്കരുത്, സുഖത്തിന്റെ കാര്യം മാത്രമേ സംസാരിക്കാവൂ. ദോഷത്തിന്റെ കാര്യം സംസാരിക്കരുത്, നന്മയുടെ കാര്യം മാത്രമേ സംസാരിക്കാവൂ. അത് മാത്രമാവണം നമ്മുടെ സത്സംഗം. അങ്ങനെയായാൽ അസുഖം എന്നുള്ളത് വളരെ വിരളമായിട്ട് മാത്രം വരുന്ന ശാരീരികമായിട്ടുള്ള പ്രശ്നമായി മാറുകയും ആത്മീയമായിട്ടുള്ള പുരോഗതി കൊണ്ട് മാനസികമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള, ബുദ്ധിപരമായിട്ടുള്ള ഭാവങ്ങളിലൊക്കെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ വളരെ 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 എളുപ്പമായി, ഒരലോസരവുമില്ലാതെ, വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ഏറ്റവും നല്ല സുഖമായിട്ടുള്ള ഒരു സൃഷ്ടിയായിട്ടുള്ള ഈ മനുഷ്യ സൃഷ്ടിയെ അങ്ങനെ മാറ്റാൻ നമുക്ക് മാത്രം സാധിക്കുന്ന ഈ ഒരു ജന്മത്തില് ഈ അവസ്ഥ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് അതാണ് വേണ്ടത്. ജീവിതശൈലി എന്ന് പറയുന്ന ഭക്ഷണമല്ല, എക്സർസൈസ് അല്ല, യോഗമല്ല, യാഗമല്ല, അനാവശ്യമായിട്ട് തലകുത്തി നിൽക്കേണ്ട ഒരു കാര്യമില്ല. കാല് സാധാരണ വെക്കുന്ന പോലെ സാധാരണ കസേരയിൽ വിളിച്ചിരുന്നാൽ മതി. ചമ്രം പടഞ്ഞിരുന്നിട്ട് മസിൽ പെയിൻ ഒന്നും വരേണ്ട കാര്യമില്ല. പക്ഷെ അത്യാവശ്യമായിട്ട് സുഖാസനം അല്ലെ, സുഖാസനം എന്നാണ് പറയുന്നത്. നമുക്ക് സുഖം കിട്ടുന്ന ആസനം ഇരിക്കുന്നത്. അതെ, നല്ല സന്തോഷം. കാരുണ്യം വദനത്തിലും, അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ അല്ലെ, മാധുര്യം വാക്കിലും ചേർന്നുള്ളോനെ പുരുഷോത്തം എന്ന് പറയാറില്ലേ. അതുണ്ടാവുകയാണ് വേണ്ടത്. അതുണ്ടാവുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക. എന്തിനാ വെറുതെ ഇങ്ങനെ, എങ്ങനെ ഉണ്ടോ ജീവിതം, ഇങ്ങനെ പോണു, എന്തിനാ ഇങ്ങനെ പോണ്, നിർത്തിക്കൂടെ പണി എന്നാണ് പറയുന്നത്. വളരെ മനോഹരമായിട്ട്, അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക മന്ത്രം ജപിച്ചാലല്ല ധനവും മനസ്സ് എത്രത്തോളം സന്തോഷിക്കുന്നു
എത്രമാത്രം ആഴത്തിൽ നമുക്ക് ബന്ധങ്ങളുണ്ട്, നമ്മൾ എല്ലാവരുമായിട്ട് എത്രയധികം ഇഴുകിച്ചേർന്നാണ് ജീവിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സന്തോഷത്തിനും നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവാനും ആത്മീയത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും എല്ലാം അടിസ്ഥാനമെന്ന് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് ആദരണീയനായിട്ടുള്ള ടി.പി. ശശികുമാർജി നമുക്ക് നൽകിയിരിക്കുന്ന വിവരണം. വളരെ വളരെ നന്ദി ഇത്രയധികം നല്ലൊരു വിവരണം നൽകിയതിന്.